എവിടെയാ നാട്ടില്? വയനാട്ടിൽ പടിഞ്ഞാറത്തറ എന്ന സ്ഥലത്ത്. എന്ത് ചെയ്യുന്നു വിജിത്ത്? ഞാൻ അവിടെ ഒരു വോയിസ് ആർട്ടിസ്റ്റായി വർക്ക് ചെയ്യാണ്. ശരി, വോയിസ് ആർട്ടിസ്റ്റ് ആണ്. ഡബ് ചെയ്യാറുണ്ടോ അതോ ഈ പരസ്യങ്ങൾക്കൊക്കെ വോയിസ് കൊടുത്തു തരാം. പരസ്യങ്ങൾക്ക് ആരൊക്കെയാണ് കമ്മിറ്റ് ചെയ്യണേ? ഞാൻ ഷമ്മി തിലകൻ, NF വർഗീസ്, ജഗപതി ബാബു. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. നല്ല ലിസ്റ്റ് ആണ് എല്ലാവരും. ഹസീബ് എവിടെയാ നാട്ടില്? ഞാൻ പൂനൂരാണ്, കോഴിക്കോട് ജില്ല. ഓക്കെ. എന്ത് ചെയ്യുന്നു ഹസീബ്? ഞാൻ ഗ്രാഫിക് ഡിസൈനറാണ്. ഓക്കെ. അപ്പം എന്തായിരുന്നു മിമിക്രി പാഷനായിട്ട് കൊണ്ടു നടക്കുകയാണോ അതോ പ്രൊഫഷനായിട്ട് കൊണ്ടു നടക്കുകയാണോ? പ്രൊഫഷനല്ല, ഞാൻ സിംഗറായിട്ടാണ് പോകാറുള്ളത് സാധാരണ. ദുബായിലൊക്കെ ഉണ്ടായിരുന്നു. ഹസീബിന്റെ ലിസ്റ്റ്? ഞാൻ മലയാളത്തിന്റെ പുണ്യം പത്മശ്രീ ഭരത് ലാലേട്ടനെയാണ്. പിന്നെ കൊച്ചിൻ ഹനീഫ, വിജയരാഘവൻ. ഓക്കെ, നല്ല ലിസ്റ്റ്. അപ്പോ ആരിൽ തുടങ്ങാം? ഹസീബ് നമ്പർ 3. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 3. മൊബൈൽ ഫോണിന്റെ റിംഗിങ്, അത് വൈബ്രേറ്റർ ആണെന്ന് തോന്നിട്ടേക്കുന്നത് അല്ലേ? വൈബ്രേഷനുള്ള ശബ്ദം തന്നെ എടുക്കാം. ഈ ഫോണ് വൈബ്രേറ്റർ ഇട്ടിട്ട് ചിലപ്പോ ചില മേശപ്പുറത്തൊക്കെ വെച്ച ഈ സൗണ്ട് കേൾക്കും. തന്നെയല്ല മിഥുനെ, എനിക്കൊന്ന് വികാരമുള്ള മൊബൈൽ ഫോണാ തോന്നുന്നത്. ഓക്കെ, വിജിത്ത് നമ്പർ പറ. നമ്പർ 4. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 4. ഇവിടെ കിട്ടേണ്ട സാധനം വരും കേട്ടാ. തളർന്നു പോയി ഈ കയ്യിലൊരു ആയുധവും കെട്ടിവെച്ച് ഞാൻ വന്നനെ പഴയ മുണ്ടക്കൽ തറവാട്ടിലേക്ക്. നീ പോ ശേഖര. അപ്പോ ലാലേട്ടൻ ലിസ്റ്റിലുള്ള ആളാണ്, നമുക്ക് കേൾക്കാം. അദ്ദേഹത്തിന്റെ ഹിറ്റായ സിനിമയാണ് രാവണപ്രഭു. അതിൽ അച്ഛൻ കഥാപാത്രമായിട്ടും മകനായിട്ടും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അതിലാദ്യം മകനായിട്ട് വരുന്ന കാർത്തികേയൻ എന്ന കഥാപാത്രം ചെയ്ത ആ മോഡുലേഷൻ. ഹേ സവാരി ഗിരിഗിരി, ഹേ മാൻ വാട്ട്സ് ഹാപ്പനിങ്, ഹെന്നാ കൗണ്ടറെ സുമ്മാ നടുറോട്ടില് ഹടി വാങ്ങറ. മോനെ, എൻ്റെ പേരാണ് ചോദിച്ചതെങ്കിൽ കാർത്തികേയൻ, MN കാർത്തികേയൻ, മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ. ദാറ്റ്സ് മൈ ഫുൾ നെയിം. ഇവന് നമുക്ക് കൊച്ചിൻ കലാഭവനിൽ ചേർത്ത് മിമിക്രി പഠിപ്പിക്കാവിടെ. ഇവന് നല്ല ബെസ്റ്റായിട്ട് ചെയ്യും. ഇവനിങ്ങനെ പോയാ ഭാവിയിലെ ജയറാമല്ലേടാ. നീ പോയിട്ട് ആ വണ്ടിയിലേറെ. ഡോ ആ കിണ്ടിയിലല്ല, ദോ ആ വണ്ടിയില്. എന്താ ഇത് ചെയ്ത് നല്ല തഴക്കവും പഴക്കവും വന്ന് ഗംഭീരമായിട്ട് ഉള്ളിൽ ചെയ്ത് വെച്ചു. ഈ പാട്ട് പാടുമ്പോ തന്നെ അതിന്റെ ഡയലോഗ് വരാറുണ്ടല്ലോ ലാലേട്ടന്റെ. ഇപ്പൊ ഹരിമുരളി അത് ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അത് ചെയ്യാറുണ്ട്. അല്ല, അതിൽ ഞെട്ടിപ്പോകും ആൾക്കാർ. കാരണം ഒരിക്കലും അത് ഒരുമിച്ച് ചെയ്തത് ഞാൻ കണ്ടല്ലോ. ഒരു ഡയലോഗ് ഇപ്പൊ ശ്രീകുമാരേട്ടനൊക്കെ പറയുമായിരിക്കും, പക്ഷെ പെർഫെക്റ്റ് വോയിസ്. സംഗീതം അടുക്കും തോറും അകലുന്ന അനന്തസാഗരം. അലഞ്ഞിട്ടുണ്ട് അതും തേടി ഒരുപാട്. യമുനയുടെ കരയിൽ നിലാവിൽ നക്ഷത്രം എണ്ണിക്കിടന്നവന് പെട്ടെന്നാണ് ഒരു വെളിപാടുണ്ടാവുന്നത്. എന്താ ഗോളിയറിലോട്ട് വെച്ച് പിടിക്കാൻ? എന്തിനാ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണം? ഖൊരാന മാജിക് പീകോക്കിനെ കുറിച്ച് പഠിക്കാൻ ചെന്നത് ഒരു പഴയ സിംഹത്തിൻ്റെ മടയിലാണ്. ഇവരെല്ലാം ഫിറ്റാ. എന്താ സംഭവം? നല്ല ക്ലാസ് ഭാൻ. ചെന്ന് ആവശ്യം അറിയിച്ചപ്പോൾ ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. ഒരു തെണ്ടിയുടെ ഓട്ടക്കേശിൽ എന്താ ഉള്ളത്? ഒന്നുമില്ല. ഒടുവിൽ സംഗീതത്തിൻ്റെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ച അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് ദർബാർ രാഗത്തിൽ ഒരു സാധനം കടലിക്കും. ഗുരു ഇങ്ങനെ ചേർത്ത് പിടിച്ചു. സഫരോം കി ജിന്ദഗി ജോ കബി നഹി കദം ഹോ ജാതി ഹൈ. ശംഭോ മഹാദേവ.
ഹസീബ് ചെയ്യുന്നത് പോലെ ലോകത്തിൽ ആരും ചെയ്തിട്ടില്ല. കാര്യമായിട്ട് പറയാ. താങ്ക് യു സർ. ഇപ്പൊ മിമിക്രിക്കാരി ശബ്ദം അനുകരിച്ചിട്ട് ഗായകർ പാടാറുണ്ട് സ്റ്റേജിൽ. പക്ഷെ ഇത് ഒരുമിച്ച് ചെയ്യാൻ കഴിവുള്ള ഹസീബ് എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ്. ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കോമഡി ഉത്സവത്തിന് ഓരോ തവണയും കിട്ടുന്നത് അങ്ങനെയുള്ള ആൾക്കാരെയാണെന്നുള്ളത് ദൈവാനുഗ്രഹമാണ്. സത്യം പറഞ്ഞാൽ അതിന് ഇതിൽ അച്ഛൻ കഥാപാത്രമായിട്ട് ചെയ്തത്. ഓക്കെ. ശേഖര, നിന്റെ ഭാഷയ്ക്ക് ഒരു ശുദ്ധി വന്നിരിക്കുന്നു. മംഗലശ്ശേരി എന്ന പേര് മാഞ്ഞു പോണം. പേരും ആഭരണങ്ങളും അടയാള ചിഹ്നങ്ങളും മാഞ്ഞു പോകും. ഒടുവിൽ നഗ്നദേഹമാണ് മണ്ണിലേച്ച് ചാരമാകുന്നത്. അനായാസേന മരണം, ദിനാദൈനൈന ജീവിതം. ദേഹിമകൃപയാ ശംഭോ ത്വയി ഭക്തി മഞ്ജര. അനായാസമായ മരണം, ദയനമില്ലാത്ത ജീവിതം അചഞ്ചല ഭക്തനായ എനിക്ക് തന്നാലും ശംഭോ ശങ്കര ഗൗരീപതേ. അങ്ങനെ പ്രാർത്ഥിച്ചു കൂടേണ്ട പ്രായമായി ശേഖര. പിന്നിട്ട വഴികളിൽ എവിടെയോ കാലിൽ തറച്ച എന്ന മുള്ളിനെ ഞാൻ അന്നേ മറന്നിരിക്കുന്നു. ആ മുനയൊടിഞ്ഞ കമ്പിനെ എന്നെ വീണ്ടും ഈ വഴിയിൽ കുത്തി നോവിക്കാനാവില്ല. എനിക്ക് നോവില്ല ശേഖര. വഴിമാറടാ മുണ്ടക്കൽ ശേഖര. ഇത് അവതരിപ്പിച്ചിട്ട് ഹസീബിന് ഒരു മുഖഭാവവും ഇല്ല. വലിയ കാര്യം ചെയ്ത, പക്ഷെ നിസ്സാരമായിട്ട് പുള്ളി കാണുന്നത്. ഭയങ്കര വലിയ കലാകാരനാണ് നിങ്ങൾ ഹസീബ്. ഇതിൽ ഏറ്റവും കൂടുതൽ അനുകരിച്ചിട്ടുള്ള എനിക്ക് തോന്നുന്നത് സുരാജായിരിക്കും. ഈ ഹിന്ദുസ്ഥാനി സംഗീതം മിക്ക വേദികളിലും അത് കഴിഞ്ഞ് പാട്ട് പാടുന്ന വേറെ ആരെങ്കിലും ആയിരിക്കും. പക്ഷേ ഇദ്ദേഹം സ്റ്റേജിൽ നിന്നിട്ട് ഇത് രണ്ടും അനുകരിക്കുമ്പോൾ പ്രേക്ഷകർ ഞെട്ടിപ്പോവും. കാരണം അത്ര ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഇന്നോവേറ്റീവായിട്ടുള്ള കലാകാരന്മാരും മിമിക്രിയിൽ വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അങ്ങനെയുള്ളവർക്കുള്ളൊരു വലിയ വേദിയാണ് കോമഡി ഉത്സവത്തിൻ്റെ വേദി. ഹസീബെ, എനിക്ക് പറയാനുള്ളത്, സാധാരണ ലാലേട്ടൻ എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹം എല്ലാ കഥാപാത്രങ്ങളും ജീവിക്കുകയാണ്. ഇവിടെ ഹസീബ് വന്നിട്ട് ലാലേട്ടനായിട്ട് ജീവിക്കുക. കാരണം ഒരെണ്ണം കൂടി ഇനി അദ്ദേഹം ഈ ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഷൈ ആയ രൂപത്തിലോ ഒരു സെക്കൻഡ് ഇപ്പൊ വരാൻ പോകുന്ന ലാലേട്ട ഈ ഫ്ലോറിലേക്കാണ്. നിങ്ങൾക്ക് ആർക്ക് വേണേ എന്ത് വേണേ ചോദിക്കും. ലാലേട്ട ഉത്തരം റെഡി. എല്ലാവർക്കും എൻ്റെ നമസ്കാരമുണ്ട്. ഈ കോമഡി ഉത്സവം എന്ന് പറയുന്നത് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചുറ്റും ഒരുപാട് കലാകാരന്മാർ ഇവിടെ വരേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവരൊക്കെ ഒരു പിടി കൈപിടിച്ചുയർത്താൻ, ഒരു പോസിറ്റീവ് എനർജി കൊടുക്കാൻ, ഇപ്പം ഇതിനാണെങ്കിലും ടിനി ടോം ആണെങ്കിലും ഗിന്നസ് ആണെങ്കിലും പ്രചോദാണെങ്കിലും അവരൊക്കെ വളരെ നല്ല രീതിയിൽ എല്ലാവരെയും പ്രൊമോട്ട് ചെയ്യുന്ന നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള കലാകാരന്മാർ. ഒരു ചാലകമായിട്ടാണ് ഇവരൊക്കെ സത്യമായിട്ടും പ്രവർത്തിക്കുന്നത്. ലാലേട്ടൻ ഈ ചെയ്യാൻ പോകുന്നത് ഭീമൻ എന്ന് പറയുന്ന കഥാപാത്രമാണ്. അപ്പൊ അതിനുള്ള ഒരു പ്രിപ്പറേഷൻസ് അതെങ്ങനെയാണ്? തയ്യാറെടുപ്പുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 6 പാക്ക് എന്നൊക്കെ പറയുന്നത് ന്യൂജൻ സംഭവമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ 1 പാക്ക് മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് പിന്നെ എല്ലാവരുടെയും സപ്പോർട്ടാണ്, അതാണല്ലോ പ്രധാനം അല്ലേ. ഈ മിമിക്രിക്കാരെ കുറിച്ച് എന്താണ്, ഇപ്പോൾ ഒരുപാട് പേര് ലാലേട്ടനെ അനുകരിക്കാറുണ്ട്. അപ്പോൾ ഈ ലാലേട്ടനെ അനുകരിക്കുമ്പോൾ എന്താണ് ലാലേട്ടനെ തോന്നാറുള്ളത്? അനുകരിക്കുക അല്ലെങ്കിൽ അനുകരിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത് ഒരു സ്നേഹമാണ്, ഒരു തരത്തിലുള്ള സ്നേഹമാണ്. പ്രേക്ഷകർക്ക് നമ്മളോടുള്ള ഒരു സ്നേഹത്തിൻ്റെ ഒരു സ്നേഹമാണ്. ചേട്ടാ, പ്രണയത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? പ്രണയം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരാളോട് മാത്രമേ ഇപ്പം പ്രണയമുള്ളൂ. സിനിമ, മലയാള സിനിമയാണ്, അതാണ് എൻ്റെ കാമുകി, അവരോടാണ് എനിക്ക് പ്രണയം. ഓക്കെ ഹസീബ്, നമുക്ക് എന്തായാലും ഹസീബിന്റെ നമ്പർ ആണ് എടുത്തത്. നമ്പർ 15. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 15. ഹസീബ് ഇന്ന് എല്ലാം പണിയും മറ്റേ ഇതിലാണ്, നന്നായിട്ട് വോയിസ് ചെയ്യും. പക്ഷെ കിട്ടിയത് മുഴുവൻ ഐറ്റംസാ. ഓക്കെ, അല്ല, എനിക്കറിയാൻ മേലാക്കൊണ്ട് ചോദിക്കുക, താൻ ആരുവാ? നിങ്ങൾ എന്ത് ചോദിച്ചാലും ആള് ലാലേട്ടൻ ചെയ്തതിന്റെ അടുത്ത് വരില്ലല്ലോ. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 9. നടേശ കൊല്ലട്ടാ, ഈ കയ്യൂക്കിന്റെ ഭാഷ നിനക്കേ വശമുള്ളൂ എന്ന് വിചാരിക്കരുത്. നിന്റെ അച്ഛൻ സമ്പാദിച്ച വകയല്ല നീ ഹോസ്പിറ്റലിൽ കയറി തകർത്ത്. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം പുലുമാൽ, പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം പുലുമാൽ. ഹസീബിന്റെ ലിസ്റ്റിലുള്ളതാണ് വിജയരാഘവൻ. കാർത്തികേയ, കയ്യൂക്കിന്റെ ഭാഷ നിനക്കാ വശമുള്ളത് ധരിക്കരുത്. നിന്റെ അച്ഛൻ സമ്പാദിക്കുന്ന വകയിലടാ നീ ഹോസ്പിറ്റലിൽ തല്ലി തകർത്തത്. ഈ കയ്യിന്റെ എല്ലായിടത്തും ആരും വീസാക്കിയാലേ നീ ഒരുത്തനാർക്കും പൊക്കില്ല. അത് നടേശ കൊല്ലണ്ട. എക്സലന്റ് കേട്ടോ, ഗംഭീരമായിട്ട്. നടേശ കല്ലണ്ട ഉറപ്പാണ്.
കുട്ടേട്ടൻ ചെയ്യുമ്പോ ഓക്കെ നന്നായി നല്ല നന്നായി നല്ല നന്നായി. ഹസീബ് നമ്പർ നമ്പർ 8. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 8. എന്താണ് ഈ മനുഷ്യന് കൊടുക്കുന്ന പണി? ഈ ലിസ്റ്റിനകത്ത് ആകെ എല്ലാം കൂടി 2 3 ഉള്ളൂ ഈ ഐറ്റംസ്. എല്ലാം പുള്ളിക്ക് തന്നെ കിട്ടിയെന്നുള്ളതാണ്. വെള്ളം ഫുള്ളായിട്ട് വരുന്നത് വേണോ അതോ ഉറ്റി തീർന്നു ആ, തീർന്ന വെള്ളം വരാത്തത്. ആ, എന്ത്? അതന്നെ correct. നന്നായി നന്നായി. ഒരു കൗണ്ടർ ഇടാൻ പറ്റില്ല. വിജിത്, പറയൂ number. നമ്പർ 1. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 1. കമ്മിത്തിലും സാറിന്റെ ലാലേട്ടന്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ കാറിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു സംഭാഷണമാണ്. ഏത് സിനിമയിലാ? ദേവാസുരം. ദേവാസുരത്തില് ഷമ്മിച്ചേട്ടനല്ല, നെപ്പോളിയനാണ് വരുന്നത്. നെപ്പോളിയൻ. പക്ഷേ ഷമ്മിച്ചേട്ടനാണ് ഡബ് ചെയ്തത്. നീലകണ്ഠ, ഒരു കാറ് കത്തിയാ അതെനിക്ക് പുല്ല. പകരം നിന്റെ ഈ തറവാട് കത്തിച്ചു കളയാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല. എനിക്കറിയേണ്ടത് നീ പടയൊരുക്കം തുടങ്ങിയോന്നാ. പേടിയല്ല നീലകണ്ഠ, എനിക്ക് സന്തോഷ. നീ ഇറങ്ങണം, അപ്പോഴേ എനിക്ക് കളിയിൽ ഹരം കൂടൂ. നിന്നെ ഞാൻ ഇറക്കും. പ്രാണന്റെ പാതിയായിരുന്നവളെ പാതിയിൽ ഉപേക്ഷിച്ചിട്ടും തുടരുന്ന യാത്രയിൽ വേദന തോന്നാം. അതിലും വലുതല്ല ശേഖര, കല്ലിലും മണ്ണിലും മരത്തിലും പണിത വീട്. അപ്പൊ അങ്ങനെ നിനിച്ചേട്ടാ, നിനിച്ചേട്ടന് വരാൻ സമയമായി. കാരണം 3 നമ്പരും കഴിഞ്ഞിരിക്കുന്നു. പ്ലീസ് വെൽക്കം നിനിച്ചേട്ടൻ. Come on. ശരിക്കും പറഞ്ഞ ഇവരുടെ ഇടയിൽ നിൽക്കാൻ എനിക്ക് പേടിയാണ്. തീ വാർന്ന 2 ആർട്ടിസ്റ്റുകൾ അല്ലേ? യെസ്. ബാക്കി പുള്ളിയുടെ ലിസ്റ്റിലുള്ള ഇനി ബാക്കി കേൾക്കാം. അതെ അതെ അതെ. അപ്പോ നമുക്ക് അടുത്തത് ഡാഡി ഗിരിജയിൽ തുടങ്ങാം അല്ലേ? പുലിമുരുകൻ എന്ന ചിത്രത്തിൽ ഡാഡി ഗിരിജയായി വേഷമിട്ട ജഗപതി ബാബുവിൻ്റെ ശബ്ദം. ഇദ്ദേഹത്തിന് ശബ്ദം നൽകിയത് മനോജേട്ടനാണ്. ഡാഡി മംഗലാപുരത്ത് കളിച്ചു വളർന്നതിന് ശേഷം കുഞ്ഞിക്കാതർ കായ്ക്കായത്. മംഗലാപുരം കണ്ടത് എന്ത് കൊടുത്തേക്കവന്. ഡാഡിക്ക് മേടിച്ചേ ശീലമുള്ളൂ, കൊടുത്തില്ല. ഇതെന്റെ ചെറുക്കന് വേണ്ടിയിട്ടാ. അവന്റെ ദേഹത്തൊരു പൊടി വീഴരുത്. ബലരാമൻ, മുരുകന്റെ ശക്തി. സാക്ഷാൽ കൃഷ്ണ ഭഗവാന് ബലരാമനെ പോലെ അല്ലേ? പക്ഷേ ആയുസ് കുറവായി പോയല്ലോടാ ബലരാമ. നിന്നെ ഞാനിങ്ങ് എടുക്കുക. ഡാഡിയുടെ വരവ് മുരുകൻ അറിയണ്ടേ? അതിനുള്ള ക്ഷണക്കത്താ നീ. മൂപ്പൻ പറഞ്ഞതാണ് ശരി. കാട്ടിലെ പുലിയായാലും നാട്ടിലെ മനുഷ്യരായാലും അവിടെ അതിന്റെ മടയിൽ പോയി കൊല്ലണം. അതാണ് ഈ കാടിന്റെ നിയമം. ഇന്ത്യൻ റുപ്പിയില് തിലകൻ ചേട്ടനെ നോക്കിയിട്ട് പൃഥ്വിരാജ് ചോദിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഇത്രയും നാൾ എവിടെ ആയിരുന്നു? ഇനി പ്രേക്ഷകർ പ്രതീക്ഷിക്കേണ്ടത് അത്ഭുതങ്ങളാണ്. അല്ലേ? തീർച്ചയായിട്ടും വലിയ വലിയ അത്ഭുതങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും. തീർച്ചയായും അടുത്ത ലാലന്റെ ഒരു വില്ലനും കൂടി ഉണ്ട്. ആ ഓക്കെ. എന്നപ്പർക്കീസും കൂടി ഉണ്ട് അല്ലേ നിങ്ങളുടെ ലിസ്റ്റില്? പ്രജ എന്ന ചിത്രത്തിൽ അദ്ദേഹം കള്ളു കുടിച്ചിരിക്കുമ്പോൾ ലാലേട്ടൻ വരുമ്പോൾ അദ്ദേഹം സംസാരിക്കുന്ന ആ ഒരു രംഗം. അപ്പം പറഞ്ഞു കേട്ടതുപോലെ തന്നെ ആളിത്തിരി ഹറാം പറപ്പാ, ഇത്തിരി റഫാ താൻ അല്ലടോ. ദാണ്ട് ഇനി അങ്ങോട്ട് സംസാരിക്കുന്നത് വെറുതെ 5.25 പെഗ് ജോണി വാക്കർ അടിച്ച വാറല്ല. സാക്ഷാൽ ലാഹേല് വക്കത്തിനെന്ന സീസണിന്റെ പൊളിറ്റീഷ്യനായിട്ടാ. നിന്റെ മൂക്കിന്റെ താഴത്ത് കാണുന്ന പൂടയുണ്ടല്ലോ, അതിങ്ങനെ സിനിമാ സ്റ്റൈലിൽ എടുത്ത് മുകളിലേക്ക് പിരിച്ചാ പേടിക്കുന്ന രാഷ്ട്രീയക്കാരും നേതാക്കളും ഉണ്ടാവും. അതങ്ങ് ബോംബേല്. എന്റെ ഈ കൈ കണ്ടോ നീ? ഇതിന്റെ തഴമ്പ് കണ്ടോ നീ? അതൊന്നും വേണ്ട കൊച്ചനെ. നല്ല പാറപ്പണിക്കാരൻ പാണ്ടികളുടെ തറവാട്ടില് അവരോടൊന്ന് പറഞ്ഞാ നിന്നെ മണ്ണെണ്ണ ഒഴിച്ച് ദഹിപ്പിക്കും, എന്നിട്ട് ആസിലുണ്ടാക്കും. അതൊന്നും വേണ്ട കൊച്ചനെ. ചെലുക്ക്, ഞാൻ നിനക്ക് വന്ന പാടെ ഒന്ന് ഓങ്ങി വെച്ചതാ. തന്റെ 3ാമത്തെ മുഖം കാണിക്കാൻ താൻ എടുത്തു വെച്ചിരിക്കുന്ന ഈ കോണാനുണ്ടല്ലോ, അത് ഈ മഹാത്മാഗാന്ധി നെയ്തെടുത്ത സാധനമാണ്. അതിന് സമാധാനത്തിന്റെ ഒരു അംശമുണ്ട്. അതിന് അത് മനസ്സിലാക്കണം. കൊല്ലും ഞാൻ. ഇനിയിപ്പോൾ വരുമ്പോൾ ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം സ്റ്റാർ ആകാൻ പോകുന്ന നിങ്ങൾ രണ്ടുപേരായിരിക്കും. കോമഡി 100%. അതിനിടയ്ക്ക് ഇനി ഒരു താരവും കൂടി അവിടെ മിസ്സിംഗ് ഉണ്ട്. കൊച്ചിൻ ഹനീഫ അല്ലേ? കൊച്ചിൻ ഹനീഫ. എന്റെ പൊന്നെ ചതിക്കല്ലേ? സഭാപതി എടുത്തത് പറഞ്ഞാൽ പത്രത്തിൽ കെട്ടി കാച്ചക്കല്ലേ? എന്റെ അടുത്ത് കൊടുത്തുകളി മേലാഫീസർമാര്. മിഷൻ മാതാജി, ഒരു സ്പാർക്ക്, ഒരു പേരിന്റെ ഒരു തെളിവ്, ഒരു കുഞ്ഞുറുപ്പിന്റെ ഒരു കിണ്ണാമണിയുടെ അത്രയും അതൊന്ന് കിട്ടിക്കോട്ടെ. അത് പിടിച്ചൊരു കേട്ടകളാണ് സഭാപതിക്ക്. പിന്നെ ഏത് കൊമ്പത്തെ മോനാലും ശരി അകത്ത് കെട്ടിയുടെ പെരുമാറും സഭാപതി. എനിക്ക് വിശ്വസിക്കാൻ പറ്റാതെ അസീബ് ഒരു സിംഗറാണ്. പക്ഷേ പ്രധാനമായിട്ട് നമുക്ക് തോന്നി ഇതൊരു മിമിക്രി താരമാണ്. പാട്ട് എങ്ങനെയാണ് ഇത് വിട്ടിട്ട് പാട്ടിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തത്? മിമിക്രി ഞാൻ ചെറുപ്പത്തിലെ സ്കൂൾ തലം മുതൽ ചെയ്യുന്നുണ്ട്. പാട്ട് പഠിച്ചിട്ടുണ്ടോ? പാട്ട് പഠിച്ചില്ല. 5ാം ക്ലാസ് പഠിക്കുമ്പോൾ ശാന്ത ടീച്ചർ എന്ന ടീച്ചർ
സ്വരസ്ഥാനങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാണ്ട് പോയിട്ടില്ല, ഇങ്ങനെ പഠിക്കാനായിട്ട് പോയിട്ടില്ല. പാട്ടും പഠിക്കണം, മിമിക്രിയും. അപ്പൊ ലോകത്തിൽ ഇതുപോലെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെയാണ് ഒരു കാര്യം ചോദിച്ചോട്ടെ, ലാലേട്ടൻ പാടിയിട്ടുണ്ടല്ലോ, നമുക്ക് ലാലേട്ടൻ പാടിയെ അഭിനയിച്ച ആറ്റുമണൽ പായി. ആറ്റുമണൽ പായയിൽ ഹന്തിവയിൽ ചാഞ്ഞനാൾ കുഞ്ഞിളം കൈ വീശി നീ തോണിയേറിപ്പോയില്ലേ, വീഴാതെ കണ്ണിളന്നു മിന്നിയ നീർമണി, നിറാതെ നേരുന്നോരോർമ്മ തന്നെ തിരി, എന്നെ വിട്ടിട്ടെന്തേ പോയി മഞ്ചാടിക്കുരുവി, നിന്നെ കാത്തി തീരത്തെന്റെ മോഹം വേരോടി. ഒരു രക്ഷയില്ല കേട്ടോ. ഒരു ചോദ്യം ഉള്ളത്, പാട്ട് പാടുമ്പോഴാണോ കൂടുതൽ കൈയടി കിട്ടുന്നത്, അതോ ഇതുപോലെ മിമിക്രി അനുകരിക്കുമ്പോഴാണോ കൂടുതൽ കൈ? ലാലേട്ടന്റെ ശബ്ദം അനുകരിക്കുമ്പോൾ കിട്ടുന്ന കയ്യടി എനിക്ക് ഒരു സ്ഥലത്തും കിട്ടിയിട്ടില്ല. ഹസീബ് ലാലേട്ടനെ നേരിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടോ? ഈ ശബ്ദം ലാലേട്ടൻ കേൾക്കണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ആ കവളത്തിൽ ഉമ്മ കൊടുക്കണം. അത് തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് കഴിയുമ്പോൾ 100% അത് നടക്കും. താങ്ക് യു സർ. തീർച്ചയായിട്ടും താങ്കളെ ലാലേട്ടന്റെ അടുത്തേക്ക് ഞാൻ കൊണ്ടുപോയിക്കോളാം. താങ്ക് യു. ഓക്കെ തിരിച്ചേട്ടാ, ഈ രണ്ട് കലാകാരന്മാർ തീർച്ചയായും മലയാളത്തിന് നാളത്തെ വാഗ്ദാനമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. നാളത്തെ അല്ല, സോറി, ഇന്നത്തെ വാഗ്ദാനം. എന്താ നാളെയാക്കണം, എന്തിനാണ്? അപ്പൊ ടിൻചേട്ടാ, ഓക്കെ ഓക്കെ, ഈ രണ്ടുപേരെയും മലയാള സിനിമയിലേക്ക്, മലയാള നാട്ടിലേക്ക് എല്ലാവർക്കും വേണ്ടി പ്ലീസ് ടേക്ക് ദം.